ഹലോ ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും EZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ SSCക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണോ? ആദ്യത്തെ ചോദ്യം അല്ലേ? നമ്മൾ വിചാരിക്കുക എന്താ അങ്ങനെ ചോദിച്ചെന്ന് അല്ലേ? അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ +2 അതേപോലെ തന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാകാം, ചിലപ്പോൾ വീഡിയോ കാണുന്നവർ അല്ലേ? അപ്പം ഈ ഡിഗ്രി അല്ലെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം വാട്ട് നെക്സ്റ്റ് എന്നുള്ള ചോദ്യം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം അവർ തിരഞ്ഞെടുക്കുന്നത് രണ്ട് മേഖലകളിലേക്കാണ്. ഒന്നെന്ന് പറയുന്നത് PSC അല്ലെങ്കിൽ ഈ പറയുന്ന SSC എന്നീ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട മേഖലകളിലേക്കാണ്. അല്ലാതെ ഈ പറഞ്ഞ എന്താണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പം ഈ പറയുന്ന പ്രധാനപ്പെട്ട ആളുകൾ തിരഞ്ഞെടുക്കുന്ന രണ്ട് മേഖലയാണ്. ഒന്ന് ഈ പറഞ്ഞ PSC എന്ന്, മറ്റൊന്ന് SSC എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ലെവലിൽ നടക്കുന്ന എക്സാമിനേഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും PSC എന്നറിയപ്പെടുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരളത്തിലൊക്കെ അല്ലേ? അപ്പൊ അത് കേന്ദ്രത്തിലേക്കാവുമ്പോൾ പ്രധാനമായിട്ട് ആളുകളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കുറച്ച് നാള് മുമ്പ് വരെയുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ ധാരണ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് UPSC എന്നറിയപ്പെടുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, റിക്രൂട്ട്മെന്റുകൾ നടക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു അല്ലെ? നിങ്ങൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഒരു കേന്ദ്ര സർവീസിലേക്കുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകളുടെ മനസ്സിലേക്കൊക്കെ വരുന്നത് IAS IPS എന്നറിയപ്പെടുന്ന കുറച്ച് റാങ്കുകളായിരിക്കും. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പം ഹൈ ലെവൽ പോസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന IAS IPS IFS IRS അല്ലെ, അതേപോലെ തന്നെ ഈ പറയുന്ന കസ്റ്റംസിന്റെ ആയിക്കോട്ടെ, ഫോറസ്റ്റ് സർവീസിലെ ആയിക്കോട്ടെ, ഡിഫൻസ് സർവീസ്, ഈ പറഞ്ഞ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ്, നാഷണൽ ഡിഫൻസ് അക്കാഡമി അല്ലെ, അങ്ങനെ അടങ്ങുന്ന പ്രധാനപ്പെട്ട കുറെ എക്സാമിനേഷൻസ്, ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് സർവീസുകളിലേക്കുള്ള ഈ പറഞ്ഞ എക്സാമിനേഷൻസ് അടക്കം അല്ലെ ഈ പറയുന്ന നടത്തുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവരുടെ ധാരണകൾ തെറ്റാണെന്നുള്ള നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ മുഴുവനായിട്ട് എന്തല്ല ശരിയല്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കറിയാം, കേന്ദ്ര സർക്കാരിന്റെ പറയുന്ന സ്ഥാപനങ്ങൾക്ക് ഈ പറയുന്ന 10 ലെവൽ, 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ പറയുന്ന എക്സാമിനേഷൻസ് അവരും കണ്ടക്ട് ചെയ്യാറുണ്ട്. പക്ഷെ അത് UPSC വഴിയല്ല, പകരം അവർ കണ്ടക്ട് ചെയ്യുന്നത് SSC എന്നറിയപ്പെടുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴിയാണ് അല്ലെ? സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴിയാണ്. പറഞ്ഞ PSC നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് SSC മാറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, SSC എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് PSC UPSC പോലെ OMR ബേസ്ഡ് എക്സാമിനേഷൻ അല്ല, പകരം എന്താണത് CBT ബേസ്ഡ് എക്സാമിനേഷൻ, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എക്സാമിനേഷൻ ആണെന്നുള്ളതാണ്. അതായത് കമ്പ്യൂട്ടർ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, എക്സാമിനേഷൻ എഴുതുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞ കറുപ്പിക്കേണ്ട വരില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. അതായത് ഈ OMR ഷീറ്റിൽ കറുപ്പിക്കേണ്ട സമയം എന്ത് ചെയ്യുന്നില്ല, അവിടെ ലാഭകരമാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരു ടൈം ലൈനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്നത് ക്ലോസ് ആയി പോകും എന്നുള്ളതാണ് മറ്റൊരു എന്താണ് ഒരു ഡീമെറിറ്റ് ആയിട്ട് എല്ലാവരും പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതാണ് SSC എന്നുള്ള ആദ്യം തന്നെ പറയട്ടെ. അപ്പോൾ ഈ പുതുതായിട്ട് ഈ പറയുന്ന മേഖലയിലേക്ക് SSCയിലേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം അവൻ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇനി വരാൻ പോകുന്ന SSCയുടെ എക്സാമിനേഷൻസ് ഏതാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഈ പറഞ്ഞ വരാൻ പോകുന്ന എക്സാമിനേഷൻസ് ഏതെല്ലാമാണ് നൽകുന്നത് ഈ പറഞ്ഞ SSC തന്നെയാണ്, അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. അവരുടെ പോർട്ടലായിട്ടുള്ള SSC.gov.in എന്നറിയപ്പെടുന്ന അവരുടെ വെബ്സൈറ്റിലാണ് ഇത് പ്രധാനമായിട്ട് ഇതിനുള്ള രേഖകളൊക്കെ ഇന്നവർ പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തില് പറഞ്ഞ SSCയുടെ സൈറ്റിൽ അവര് പബ്ലിഷ് ചെയ്തിട്ടുള്ള അവർ ടെനേറ്റീവ് കലണ്ടർ ഓഫ് എക്സാമിനേഷൻ ഫോർ ദ ഇയർ ഓഫ് 2026-27 എന്ന് പറഞ്ഞിട്ട് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇതിനകത്ത് ഈ പറഞ്ഞ വിവിധ തസ്തികളിലേക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് പ്രധാനമായിട്ടും ആളുകൾ എഴുതുന്ന ഒരു എക്സാമിനേഷൻ ആണ് കമ്പൈൻഡ് ഗ്രാജുവേഷൻ ലെവൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് അല്ലെ? കമ്പൈൻഡ് ഗ്രാജുവേഷൻ ലെവൽ എക്സാമിനേഷൻ. അതായത് ഈ കമ്പൈൻഡ് ഗ്രാജുവേഷൻ ലെവലിന്റെ പ്രത്യേകത, ഒരു ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ ഈ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഡിഗ്രി ഉള്ളവർക്ക്. കാരണം പ്രധാനമായിട്ട് ഈ പറയുന്ന എന്താണ്, നിങ്ങൾ GST ഇൻസ്പെക്ടർ നേരിട്ടുണ്ടായിരിക്കാം, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ നേരിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന, അതേപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, അതേപോലെ തന്നെ കസ്റ്റംസിലേക്ക് അല്ലെ, കസ്റ്റംസിലേക്കൊക്കെ പ്രധാനമായിട്ട് ഓഫീസർമാരായിട്ട് പോകുന്നത് ഇത് വഴിയായിട്ടാണ്, ഈ പറയുന്ന CGL വഴിയാണ് എന്ത് ചെയ്യുന്നത്, കയറി പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഓൾറെഡി ഒരു CGL ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത CGL ഇപ്പം കമ്പൈൻഡ് ഗ്രാജുവേഷൻ ലെവൽ എക്സാമിനേഷന്റെ അടുത്ത നോട്ടിഫിക്കേഷൻ 2026 ഈ പറയുന്ന മാർച്ചിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അവർ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ അടുത്തിടെ അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ മാസമായിരിക്കും. എക്സാമിനേഷൻ മെയ് ജൂൺ മാസങ്ങളിലായിട്ടായിരിക്കും. ഓക്കെ, മെയ് ജൂൺ എന്ന് പറഞ്ഞാൽ ഉച്ചിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. കാരണം ഈ അടുത്തിടെ നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഈ പറയുന്ന രീതിയിൽ CGL ഒക്കെ വിളിച്ച സമയങ്ങളിൽ ചില തർക്കങ്ങളെ ചൊല്ലി ഈ പറയുന്ന എക്സാമിനേഷനൊക്കെ അങ്ങോട്ടും നീണ്ടുപോയിട്ടുണ്ടായിരുന്നു. MDSന്റെ പോലെ എക്സാമിനേഷൻ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, പോയിട്ടുണ്ടെന്നുള്ളതാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. 1-2 മാസങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് ഒക്കെ എന്ത് ചെയ്യുന്നു വരും എന്നുള്ളതാണ്. ഓക്കെ, പറയുന്ന രീതിയിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഈ പറയുന്ന ഡേറ്റ് വ്യത്യാസമാകാം, ചിലപ്പോൾ ഒരു മാസോ മറ്റു ഈ പറയുന്ന രീതിയിൽ അങ്ങോട്ടേക്ക് മാറാനുള്ള സാധ്യതയാണ് എന്ത് പ്രധാനമായിട്ടും കാണുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് ഈ പറയുന്ന മാർച്ച് മാസങ്ങളിൽ തന്നെ ഈ പറയുന്ന പുതിയ CGL എന്ത് പറ്റും, നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ,
അടുത്തത് പ്രധാനമായിട്ടും ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്കാണ്. നിങ്ങൾക്കറിയാം ഈ പറയുന്ന മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, അതേപോലെ തന്നെ സിവിൽ എന്നീ പറയുന്ന ഒരുപാട് മേഖലകളിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. വർഷാവർഷം ഇഷ്ടംപോലെ വിദ്യാർത്ഥികളാണ് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങുന്നത് അല്ലെ. അപ്പൊ അവർക്കുള്ള എക്സാമിനേഷൻ ആണ് ഈ പറയുന്ന ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന മാർച്ച് 2026 ഈ പറയുന്ന എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ വരെ എന്ത് ചെയ്യും നീണ്ടു നിൽക്കും. മെയ് ജൂൺ മാസങ്ങളായിരിക്കും എന്ത് എക്സാമിനേഷൻ നടത്താൻ വേണ്ടി അവർ പോകുന്നത് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഇതിന് ഈ പറയുന്ന രീതിയിൽ ഈ തൊട്ട് മുമ്പുള്ള എക്സാമിനേഷൻസ് ഈ പറയുന്ന MDS പോലെ അവർ നടത്താൻ എക്സാമിനേഷൻസിന് വരുന്ന ഡിലേ അനുസരിച്ച് ഇതിന് നോട്ടിഫിക്കേഷൻ വരാൻ എന്ത് അങ്ങോട്ട് വൈകും എന്നുള്ളതാണ്. അടുത്താണ് സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത്. സെലക്ഷൻ പോസ്റ്റ് 2026 ഒരു എക്സാമിനേഷൻ ആദ്യം ഈ പറയുന്ന മാർച്ചിലായിരിക്കും എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത് എന്നുള്ളതാണ് സെലക്ഷൻ പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ. ഓക്കെ, അതേപോലെ തന്നെ അത് ഈ പറഞ്ഞ ഏപ്രിൽ നീണ്ടു നിൽക്കും. ജൂലൈ മാസങ്ങളിലായിരിക്കും എന്ത് ചെയ്യുന്നത് അതിന്റെ എക്സാമിനേഷൻ നടക്കുക എന്നുള്ളതാണ്. അടുത്താണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ, അതായത് +2 ലെവൽ എക്സാമിനേഷൻ. ഓക്കെ, അതായത് ഈ പറഞ്ഞ ഒരു 12ാം ക്ലാസ് ഈ പറയുന്ന ഇന്റർമീഡിയറ്റ് ഉള്ള ആളുകൾക്ക് പഠിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു +2 ഒക്കെ ഉള്ള ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് CHSL എന്നറിയപ്പെടുന്ന കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ട്രാക്ക് ചെയ്ത് പോകാൻ പറ്റിയ ഒരു എക്സാമിനേഷൻ കൂടിയാണ് CHSL എന്ന് പറയുന്നത്. ഓക്കെ, നല്ലൊരു ഹാർഡ് വർക്ക് അതിന്റെ ഭാഗമായിട്ടുണ്ട്, ശരി തന്നെയാണ്. ഓക്കെ, അപ്പൊ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന CHSL എന്ന പോസ്റ്റിലേക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ ഏപ്രിൽ 2026 വരുന്നത്. അത് ഈ പറയുന്ന മെയ് 2026 വരെ എന്ത് ചെയ്യും നീണ്ടു നിൽക്കും ആപ്ലിക്കേഷന്റെ. ജൂലൈ സെപ്റ്റംബർ മാസങ്ങളായിരിക്കും അതിന്റെ എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. മറ്റൊന്നാണ് ഈ പറയുന്ന സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന ടൈപ്പിംഗ് ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അയക്കാൻ പറ്റുന്ന എക്സാമിനേഷൻ ആണ് സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ ഏപ്രിൽ മാസത്തിലായിരിക്കും നോട്ടിഫിക്കേഷൻ അതിന്റെ വരുന്നത്. മറ്റൊന്നാണ് കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേഷൻ എക്സാമിനേഷൻ. കാരണം പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന രീതിയിൽ അവരുടെ ഭാഷ എന്ന് പറയുമ്പോൾ ഹിന്ദിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേഷൻ എക്സാമിനേഷൻ പറയുന്നത് മലയാളികൾ അധികം എഴുതുന്ന ഒരു എക്സാമിനേഷൻ അല്ല. ഓക്കെ, അടുത്തതാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് നോൺ ടെക്നിക്കൽ ഹവിൽദാർ എക്സാമിനേഷൻ 2026 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് MTS എന്നറിയപ്പെടുന്നത്. അതായത് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ SSCക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവർ ഏറ്റവും കൂടുതൽ എഴുതുന്ന ഒരു എക്സാമിനേഷൻ ആണ് MTS എന്നറിയപ്പെടുന്നത്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് നോൺ ടെക്നിക്കൽ ഹവിൽദാർ എന്ന് പറയുന്നത്. MTS-ഉം അതേപോലെ ഹവിൽദാർ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പറയുന്ന ഇവിടെയൊക്കെ 3 വരെയുള്ള കണ്ടിട്ടില്ലേ, അത് തന്നെയാണ് ഹവിൽദാർ. പ്രധാനമായിട്ട് ഈ പറയുന്ന CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിലേക്കും സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സിലേക്കുമാണ് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത് എന്നുള്ളതാണ്. അത് ഒരുപാട് പേരെഴുതി ജോലിക്ക് കയറുന്ന ഒരു എക്സാമിനേഷൻ MTS എന്ന് പറയുന്നത്. MTS 10ാം ലെവൽ എക്സാമിനേഷൻ ആണ്. ഒരു 10ാം തരം എക്സാമിനേഷൻ ആണ് MTS എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഈ പറയുന്ന ജൂൺ മാസങ്ങളിലാണെങ്കിൽ അവർ നോട്ടിഫിക്കേഷൻ വരുന്നതെന്നുള്ളതാണ്. സെപ്റ്റംബർ നവംബർ മാസങ്ങൾ, അതായത് 2026 അവസാനത്തോട് കൂടി തന്നെ എന്ത് നടക്കത്തുള്ളൂ അതിന്റെ പറയുന്ന എക്സാമിനേഷൻ നടക്കുകയുള്ളൂ എന്നുള്ളത്. ഓക്കെ, അടുത്തത് ഓക്കെ നമ്മുടെ MTS, അതായത് 2025 വിളിച്ചുള്ള MTSന്റെ എക്സാമിനേഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, അടുത്തത് സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസ്. ഓക്കെ, അതായത് ഈ പറഞ്ഞ ഡൽഹി പോലീസിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ എന്നുള്ള ഒരു ടാങ്കാണ്. ഇതിൽ പറയുന്ന ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാം ഡൽഹി പോലീസിലേക്ക് മറ്റും വിളിക്കുന്ന സെൻട്രൽ ആംഡ് പോലീസ് ഈ പറഞ്ഞ എക്സാമിനേഷൻ ആണ് ഡൽഹി പോലീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ മെയ് മാസത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത് പുതിയ എക്സാമിനേഷൻ വിളിക്കുന്നത്. കാരണം അടുത്തിടെ പറയുന്ന നവംബർ ഡിസംബർ മാസങ്ങൾ മറ്റുമായിട്ടാണ് ഈ പറയുന്ന ഡൽഹി പോലീസിന്റെ എക്സാമിനേഷൻ അടുത്തിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ റിസൾട്ട് പറയുന്ന റെസ്പോൺസ് ഷീറ്റ് ഒക്കെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എന്ത് ചെയ്യുന്നുണ്ട് വിളിക്കാറുണ്ട്. ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് കുറെ കുട്ടികൾ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ്. പ്രധാനമായിട്ട് ഈ പറയുന്ന 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ് ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഈ പറയുന്ന രീതിയിൽ ഇതിനോടൊപ്പം തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഡൽഹി പോലീസ് കോൺസ്റ്റബിളിൽ എന്ത് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ളതാണ്. അത് ഈ പറയുന്ന മെയ് ജൂൺ മാസങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ളതാണ്. ഒക്ടോബർ നവംബർ മാസം എക്സാമിനേഷൻ നടക്കാൻ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു നോട്ടിഫിക്കേഷൻ ആണ് ഇതെന്ന് പറയുന്നത്, അതായത് കോൺസ്റ്റബിൾ GD. ഏറ്റവും കൂടുതൽ SSCയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വേക്കൻസികൾ വരുന്ന ഒരു ഭാഗമാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ സേനകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എക്സാമിനേഷൻ കൂടിയാണ്. യുവാക്കളെ സംബന്ധിച്ചോളം 10-23 വയസ്സുള്ള യുവാക്കളെ സംബന്ധിച്ചോളം അവർ സേനകളിലേക്ക് കയറുന്നത് പ്രധാനമായിട്ട് SSC GD വഴിയാണ്. നിങ്ങൾക്കറിയായിരിക്കും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന BSF, CRPF, CSF, SSB, ITBP, CRPF അല്ലെ, അസം റൈഫിൾസ്, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, പറയുന്ന NIA, സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സുകൾ അല്ലെ, അതേപോലെ അടങ്ങുന്ന ഒരുപാട് പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ അർദ്ധസൈനിക വിഭാഗങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന എക്സാമിനേഷനാണ് ഈ പറയുന്ന കോൺസ്റ്റബിൾ GD എന്ന് പറയുന്നത്. അതിന്റെ എക്സാമിനേഷൻ സെപ്റ്റംബർ 2026 അല്ലെങ്കിൽ വരുന്നത് എന്നുള്ളതാണ്.
ഓക്കെ, കാരണം പുതിയ GD-യുടെ നോട്ടിഫിക്കേഷൻ അടുത്തിടെയാണ് എന്ത് ചെയ്യുന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പുതിയ ഈ പറഞ്ഞ GD-യുടെ പുതിയ കോൺസ്റ്റബിളിലേക്ക് പറയുന്ന എന്താണ് നോട്ടിഫിക്കേഷൻ അടുത്തിടെയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് എക്സാമിനേഷൻ ഇപ്പോൾ ഫെബ്രുവരി മാസങ്ങൾ മറ്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഈ പറയുന്ന എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിന് എക്സാമിനേഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എന്താണ് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് അതിന് ഫിസിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമേ അടുത്ത നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും എന്ത് ചെയ്യുന്നത് താമസം പ്രധാനമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിന് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നാലും അടുത്ത വർഷം 2027 ആകുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നുള്ളൂ അതിൻ്റെ ഈ പറയുന്ന അടുത്ത എക്സാമിനേഷൻ നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. ജനുവരി മാർച്ച്, അതായത് അടുത്ത വർഷങ്ങൾ ഇപ്പം ജനുവരി മാർച്ചുകളാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ എക്സാമിനേഷൻ നടക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ പറയുന്ന രീതിയിൽ SSCയിലേക്ക് കാല് വെക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം, ചുവടുകൾ വെക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഈ പറയുന്ന നല്ലൊരു വർഷവും കൂടിയാണ്. കാരണം ഇത് കൂടാതെ ഒരുപാട് പോസ്റ്റുകളുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു പോസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. പ്രധാനമായിട്ട് ആളുകൾ എഴുതുന്ന കുറേ എക്സാമിനേഷന്റെ പോസ്റ്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരുപാട് എക്സാമിനേഷൻസ് ഇതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരാളെ സംബന്ധിച്ചോളം ഈ പറയുന്ന പുതുതായിട്ട് എക്സാമിനേഷൻ എഴുതുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ടേ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. കാരണം നല്ല ഹാർഡ് വർക്ക്, നല്ല പേഷ്യൻസ്, നല്ല കറേജ് ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചോളം പ്രധാനമായിട്ടും തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ കൂടിയാണ് ഇപ്പോൾ SSCയുടെ എക്സാമിനേഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും എളുപ്പമാണ് ഈ പറയുന്ന രീതിയിൽ കോൺസ്റ്റബിൾ GD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ട് എന്താണ് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ പറയട്ടെ, നമ്മുടെ NTPC, നമ്മുടെ എന്താണ് റെയിൽവേയിലേക്ക് വിളിക്കുന്ന NTPCs, അതും ഈ പറയുന്ന ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നതാണെങ്കിൽ അവർക്കും നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ഇപ്പോൾ NTPCs എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്കും ഗ്രൂപ്പ് D എന്നറിയപ്പെടുന്ന 10ാം ക്ലാസ് ലെവലിലേക്കൊക്കെ എന്ത് ചെയ്യുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന ഒന്നാണ്. സെക്ഷൻ കൺട്രോൾ പോലെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന റെയിൽവേ എന്ന് പറയുന്നത്. അത് ഇതേപോലെ തന്നെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയാൽ മതി. ഈ പറയുന്ന ഈ റെയിൽവേയിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് എന്ത് പറ്റും പഠിക്കാൻ വേണ്ടി സാധിക്കും. വാക്കുകൾ വിഷയങ്ങൾ സ്കോർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നത് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതാണ്. എന്ത് ചെയ്യുന്നത് പറഞ്ഞ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത്. അപ്പം നല്ല രീതിയിൽ പഠിക്കുക. അതേപോലെ തന്നെ NTPC ഒക്കെ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം NTPCയുടെയൊക്കെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. പുതിയത് വരാൻ വേണ്ടിയിരിക്കുന്നു, ഗ്രൂപ്പ് Dയുടെ വരാൻ വേണ്ടിയിരിക്കുന്നു. അപ്പം RRB NTPC 2025-26 വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ AZB അക്കാഡമിയിൽ NTPC വേണ്ടി കംപ്ലീറ്റ് ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന PDF നോട്ടുകളുണ്ട്, ടോപ്പിക് വൈസ് എക്സാമിനേഷൻ ഉണ്ട്, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളുണ്ട്, ബേസിക് ട്രെയിനിങ് ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന രീതിയിൽ ഇൻഡിവിജ്വൽ കെയറിംഗ്, മെന്റർഷിപ്പ് സപ്പോർട്ട് ഒക്കെ ഭാഗമായിട്ട് നൽകി വരുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന ഒരു മേഖലയിലേക്ക് ആദ്യമായിട്ട് ചുവട് വയ്ക്കുന്ന ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചോളം വേണ്ടി വരുന്ന എല്ലാ ഭാഗമായിട്ട് നൽകി തരുന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേ വേണ്ട. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, പഠിച്ച് മുന്നോട്ടൊക്കെ പോകുക. അതിനുള്ള എല്ലാ സഹായങ്ങളും ഭാഗത്ത് എന്ത് ചെയ്യും നൽകും. അതുപോലെ നല്ല രീതിയിൽ പഠിക്കുക. ഈ എക്സാമിനേഷന്റെ തീയതികളൊക്കെ ഓർത്ത് വെച്ച് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ഇപ്പോൾ SSCയിൽ ഒന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് എഴുതുന്നതെങ്കിൽ അത് തന്നെ ഈ പറഞ്ഞ രീതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തതിനു ശേഷം അതിന് ഈ പറഞ്ഞ യൂസർ ഐ ഡി പാസ്വേഡൊക്കെ വെച്ച് നിങ്ങൾക്ക് പറ്റി ലോഗിൻ ചെയ്തുകൊണ്ട് അപേക്ഷകളൊക്കെ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം പരീക്ഷ എഴുതുന്ന അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ കടന്നു വരുന്ന എല്ലാ വിദ്യാർത്ഥികളും ആശംസിക്കുകയാണ്. താങ്ക് യു.